24 എൻകൗണ്ടർ പ്രൈമിൽ യുവനടി രേവതി സമ്പത്തിന്റെ ഗുരുതര വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖ് രാജിവെച്ചത്. സിദ്ദിഖിന്റെ രാജി ആവശ്യപ്പെട്ട് നടൻ അനൂപ് ചന്ദ്രൻ അമ്മ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. സിനിമയിലെ പവർ ഗ്രൂപ്പ്, ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിച്ച് ഫെഫ്ക മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. നടൻ സിദ്ദിഖ് ഹീനമായി പീഡിപ്പിച്ചെന്ന രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തൽ അമ്മയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ സജീവ ചർച്ചയായി. സിദ്ദിഖിന്റെ മറുപടി ആവശ്യപ്പെട്ട് പലരും രംഗത്തെത്തി. സിദ്ദിഖ് മിണ്ടിയില്ല. രാത്രി വൈകി പ്രസിഡന്റ് മോഹൻലാലുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രാജി തീരുമാനത്തിലേക്ക് എത്തിയത്. പുലർച്ചെ തന്നെ ഔദ്യോഗിക രാജിക്കത്ത് പ്രസിഡന്റിന് ഇമെയിലായി നൽകി. രാജിവെക്കുകയല്ല, ഇറക്കിവിടുകയാണ് വേണ്ടിയിരുന്നതെന്ന രേവതി സമ്പത്തിന്റെ പ്രതികരണം. അയാളെന്നല്ല, അയാളെ പോലെ ഏതൊരു മനുഷ്യനും ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് ടു ലേറ്റ്. ഇതിനൊക്കെ മുമ്പേ ഇറക്കി വിടേണ്ട കാര്യമാണ്. ഇന്നലെ തന്നെ സിദ്ദിഖിന്റെ രാജി ആവശ്യപ്പെട്ട നടൻ അനൂപ് ചന്ദ്രൻ അമ്മ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം സ്വയം രാജിവെക്കുക അല്ലെന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിന്റെ നടപടിയെടുത്തുകൊണ്ട് ജനറൽ ബോഡിയുടെ അംഗീകാരം നേടുക. ഈ രണ്ട് കാര്യങ്ങളിലെങ്കിലും ഒരു കാര്യം സംഭവിക്കണം. അത് മലയാള സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് തിരിഞ്ഞിരുന്നു. അതിന്റെ തൊട്ടുപുറകെ രാജി എന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. തുടർ നീക്കങ്ങൾ ആലോചിക്കാനും പ്രതിസന്ധി ചർച്ച ചെയ്യാനും അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചൊവ്വാഴ്ച ചേരും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പ്, ലൈംഗിക ചൂഷണം എന്നിവയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ആവശ്യപ്പെട്ടു. വിഷയം സമഗ്രമായി ചർച്ച ചെയ്യാൻ 31 മുതൽ 3 ദിവസം ഫെഫ്ക യോഗം ചേരും. പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാനും ഫെഫ്ക തീരുമാനിച്ചു. 24 കൊച്ചി.